അടങ്ങിയിരിക്കാത്ത കുട്ടിക്ക് മരുന്ന് കൊടുക്കണോ? കുട്ടികളാവുമ്പോൾ വികൃതി ഉണ്ടാവുന്നത് സാധാരണയല്ലേ? ഭാവിയിൽ കുട്ടികൾക്ക് ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകൾക്ക് ഇത് കാരണമാകുമോ? ചെറുപ്പത്തിലെ മരുന്നെടുത്താൽ അവർ മരുന്നുകൾക്ക് അഡിക്റ്റായി മാറില്ലേ? പിന്നെ മരുന്നില്ലാതെ അവർക്ക് നിൽക്കാൻ കഴിയുമോ? ഇത്തരം തെറ്റിദ്ധാരണകളും കുറ്റബോധവും പേടിയുമാണ് പല പാരൻസിനെയും ADHD പോലെയുള്ള പല പ്രശ്നങ്ങൾക്കും മരുന്നെടുക്കാൻ പിന്നോട്ടാക്കുന്നത്. ADHD പ്രൊഫഷണൽ ഇൻവെസ്റ്റിഗേഷന് ശേഷം അതിൻ്റെ തീവ്രതയ്ക്കനുസരിച്ച് മരുന്നെടുക്കാം. ഭയപ്പെടരുത്, മരുന്നൊരു തെറ്റല്ല, അതൊരു സഹായം മാത്രമാണ്. കുറച്ച് വികൃതിയുള്ള കുട്ടികൾ മരുന്നോ തെറപ്പിയോ ഒന്നും കൂടാതെ തന്നെ വളരുമ്പോൾ ഭാവിയിൽ അവർക്ക് ഒപ്പോസിഷണൽ ഡിഫൈൻഡ് ഡിസോർഡർ ODD, കണ്ടക്ട് ഡിസോർഡർ CD പോലെയുള്ള പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാവാൻ ഇത് കാരണമായേക്കാം. ആ സമയത്ത് മരുന്നൊരിക്കലും അവരുടെ ചോയ്സ് ആയിരിക്കില്ല, പക്ഷേ അതവർക്കൊരു നിർബന്ധമായ കാര്യമായി മാറിയേക്കാം. അടയ്ക്കയാണെങ്കിൽ മടിയിൽ വെക്കാം, എന്നാൽ അടയ്ക്കാമരമായാലോ? ഇതുപോലെ ആവും വളർന്നു കഴിഞ്ഞാൽ. പഠനത്തെ പോലെ അല്ലെങ്കിൽ അതിലേറെ പ്രാധാന്യമുണ്ട് ഒരു വ്യക്തിയുടെ സ്വഭാവത്തിന്. ഫാമിലി കൗൺസിലിംഗ്, ബിഹേവിയർ തെറപ്പി, അറ്റൻഷൻ എൻഹാൻസ്മെന്റ് മെത്തേഡ് ഇവയിലൂടെയൊക്കെ നമ്മൾക്ക് അവരെ കൂടുതൽ മികച്ചതാക്കാം. വേണമെങ്കിൽ മരുന്നും കൊടുക്കാവുന്നതാണ്. പഠനത്തിലും സ്വഭാവത്തിലും മാത്രമല്ല, അവരുടെ ബന്ധങ്ങളിലും ഈ പ്രശ്നങ്ങൾ അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരിക്കും. വളരെ സ്നേഹസമ്പന്നരായി എല്ലാവരാലും വളരെ ഇഷ്ടപ്പെടുന്ന വളരെ ക്രിയേറ്റീവായ കുട്ടികളാണ് ഇവർ. എന്നാൽ സാഹചര്യം കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചേരുന്ന വളരെ വൾണറബിളായ കാറ്റഗറിയിൽ മെന്റൽ ഹെൽത്ത് പ്രോബ്ലംസ് കാണപ്പെടുന്ന ഒരു കാറ്റഗറി കൂടിയാണ് ADHD. മരുന്നും തെറപ്പിയും എല്ലാം നിങ്ങളുടെ കുട്ടിയുടെ നല്ല ഭാവിയെ ഒരുക്കാനുള്ള ധൈര്യമാണ്. ലെറ്റ്സ് ബ്രേക്ക് ദ സ്റ്റിഗ്മ, ഗോ ഫോർ ബെറ്റർ പാരന്റിംഗ്.